എനിക്കൊരു കഴിവുണ്ട്, പറയട്ടെ, എനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട്. വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. അമ്മ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പം ഒരു 10-26 കൊല്ലം കണ്ടതാണല്ലോ. എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും അമ്മ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, അമ്മ ലോജിക്കില്ലാതെയാണ് പറയണത്. സൊസൈറ്റീൻ്റെ കമ്പയർ ചെയ്ത് അമ്മ പറയുന്ന പല കാര്യങ്ങളും എനിക്കിപ്പോൾ എൻ്റെ തലയിൽ കയറാറില്ല. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് സ്പോട്ടിലാണ് ദേഷ്യപ്പെടാറ്. ഈ സ്പോട്ടിൽ ദേഷ്യപ്പെടുന്ന ഞാൻ അവിടെ നിൽക്കട്ടെ, എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം എൻ്റെ വായിൽ നാക്കുണ്ടോ എന്നുള്ളത് കോലിട്ട് കുത്തിയാൽ കൂടി ഒരാൾക്ക് മനസ്സിലാവില്ല. അതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ഇപ്പം എനിക്കൊരു സ്ട്രേഞ്ചറായിട്ട് അവരെന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് അവരുടെ അടുത്ത് പ്രതികരിക്കണം എന്നുണ്ടാവും. എപ്പോഴാണെന്നറിയോ? ആ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ ഒരു കംഫേർട്ട് സോണിലിരിക്കുമ്പോൾ ഞാനങ്ങനെ ആലോചിക്കും, യെസ്, ആ പോയിൻ്റ് പറയാമായിരുന്നു, ഈ പോയിൻ്റ് പറയാമായിരുന്നു, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, റീഗ്രറ്റാണ് സാറേ മെയിൻ. ഇതാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ ഞാൻ വിചാരിക്കും പലപ്പോഴും ഈ അമ്മേൻ്റെ അടുത്തും എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് എടുക്കുന്ന ഒരു പകുതി എഫേർട്ട് ഞാൻ എന്നെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ എന്നെ മാനസികമായിട്ട് തളർത്തുന്ന ആൾക്കാരുടെ അടുത്ത് എടുത്തിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ഈ ട്രോമയിലൂടെ ഒന്നും പോവില്ലായിരുന്നു എന്നുള്ളത്. ശരിയാണ്, എല്ലാ കഴിവും ഇപ്പം എല്ലാവർക്കും കൊടുക്കില്ലല്ലോ ദൈവം. അങ്ങനെ കഴിവ് എനിക്ക് തന്നിട്ടില്ല. ആൾക്കാരെ കാണുമ്പം സോഷ്യലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ, പേടിയാണേ. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ.